നിങ്ങൾക്ക് എല്ലാവർക്കും മിസ്സാസ് കിച്ചണിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പം തന്നെ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സൂപ്പർ ടേസ്റ്റിലെ ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ നല്ല നാടൻ ഗ്രീൻ പീസ് കറി അതിൻ്റെ മാക്സിമം ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഞാനിവിടെ അരക്കപ്പ് ഗ്രീൻ പീസ് ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അത് കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് ഹൈ ഫ്ലെയിമിൽ 10 വിസിൽ വേണ്ടി വന്നു എനിക്കിങ്ങനെ വെന്ത് കിട്ടാൻ. ഒരുപാട് വെന്ത് പോകാതെ ശ്രദ്ധിക്കണം. ഇനി ഇവിടെ ഒരു ചെറിയ സവാള, ഒരു ചെറിയ തക്കാളിയുടെ പകുതി, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി ഇവ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചി കുറച്ച് തിന്നായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കുറച്ച് വേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് തക്കാളി ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചീനച്ചട്ടിയിൽ ചൂടായപ്പോൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴച്ചെടുക്കാം. നന്നായിട്ട് കളർ മാറിയതിന് ശേഷം മാത്രം നമുക്ക് ആ ചെറിയ തക്കാളിയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്കിതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പീസിന് ആവശ്യമായ ഉപ്പ് ചേർത്താണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത്. സവാളയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ തക്കാളിയും കൂടി അതിനകത്തേക്ക് ചേർത്ത് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ആ ഫ്ലെയിം ഒന്ന് സിമ്മിൽ വെച്ചിട്ട് നമുക്കിതിനാവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇവയെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ആ സവാളയിലേക്ക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പൊടികളൊക്കെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ആറാൻ വേണ്ടി നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഈ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇതുപോലെ തന്നെ വേണം അടിച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് പേസ്റ്റ് പോലെ ആവണ്ട, കുറച്ചിങ്ങനെ തരി പോലെ വേണം അരച്ചെടുക്കാൻ. എന്നിട്ട് ആ ജാറ് കഴുകി ഒരല്പം വെള്ളം കൂടി നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ആ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് അതിനകത്ത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഗ്രീൻ പീസിന് ഇത്രയും വേവ് വേണ്ടാന്നുണ്ടെങ്കിൽ അല്പം വേവ് കുറക്കാം. എന്നാലും ഉടഞ്ഞു പോകാതെ നോക്കണം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒട്ടും ഉടഞ്ഞു പോയിട്ടുമില്ല. ഇനി നമുക്ക് വേണ്ടത് ഒരു അരമുറി തേങ്ങയുടെ പാലാണ്. അതായത് ഒരു മീഡിയം സൈസ് തേങ്ങയുടെ 4/1 എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കറി കുറുകി വന്നതിന് ശേഷം മാത്രം നമുക്ക് ആ പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. തേങ്ങാപ്പാൽ ചേർക്കാതെ തന്നെ കറി നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാലും കൂടെ ചേർത്തപ്പോൾ ഒന്നും കൂടെ കറിക്ക് രുചി കൂടിയെന്നുള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ വേപ്പിലയും കൂടി അതിനകത്തൊന്ന് വിതറി കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.